താമരശ്ശേരിയിൽ ഉമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ആഷിഖ് നേരത്തെ 2-3 തവണ മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി താമരശ്ശേരി പോലീസ്. നിരന്തരം പണം ആവശ്യപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ പേരിൽ ഉള്ള സ്ഥലം വിൽക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. അമ്മയെ കൊല്ലണമെന്ന് ചിലരോട് പറഞ്ഞിരുന്നെന്നും താമരശ്ശേരി സിഐ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതി അടുത്ത വീട്ടിൽ നിന്ന് കൊടുവാൾ വാങ്ങി അമ്മയെ കഴുത്തിന് വെട്ടുകയായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അമ്മയോട് ഇടയ്ക്കിടെ പ്രതി പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അമ്മയുടെ വസ്തു വിൽക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. മാതാവിനെ കൊല്ലണമെന്ന് പല തവണ പലരോടായി പറഞ്ഞിട്ടുണ്ട്. മുൻപും അമ്മയെ കൊല്ലാൻ 2-3 തവണ ശ്രമിച്ചിരുന്നു. കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും എന്ന് താമരശ്ശേരി സിഐ പറഞ്ഞു. അമ്മയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു കുറ്റബോധമോ കൂസലോ ഇല്ലാതെയായിരുന്നു വൈദ്യപരിശോധനയ്ക്കെത്തിയപ്പോൾ പ്രതി ഉണ്ടായിരുന്നത്. ആഷിഖിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി. താമരശ്ശേരി ഇരിങ്ങാപ്പുഴയ്ക്ക് സമീപം ചോഴിയോട് ഇന്നലെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയായിരുന്ന സുബൈദയെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ആയുധം വാങ്ങിയാണ് ആഷിഖ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം വീട്ടിൽ ഒളിച്ചിരുന്ന ആഷിഖിനെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. സ്പോർട് കേരള ന്യൂസ്, താമരശ്ശേരി.